الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിലെ ഖുലഫാഉർ റാഷിദുകളെക്കുറിച്ച് അവരോട് നമുക്കുള്ള ഹക്കുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാ അവരോട് പുലർത്തുന്ന ഹക്കുകൾ, ആദരവുകൾ, അതിനെക്കുറിച്ച് പറഞ്ഞ് 4 ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട 4 പ്രമുഖരായ ആ സഹാബികളുടെ ജീവചരിത്രം കഴിഞ്ഞ സദസ്സുകളിൽ കൂടെ ചെറിയ നിലക്ക് അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട്, തൗഫീഖ് കൊണ്ട് നമ്മൾ പറഞ്ഞു കേട്ടു. തുടർന്നുകൊണ്ടുള്ള ഭാഗത്തിൽ ഷെയ്ഖ് പറയുന്ന, മഹാനായ ആ പണ്ഡിതൻ പറയുന്ന ഭാഗങ്ങൾ വഹും അൽ ഖുലഫാഉർ റാഷിദൂൻ വൽ അഇമ്മത്തുൽ മുഹ്തദൂൻ. ഈ പറഞ്ഞ 4 ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ പറയുന്ന 4 പേര് അവരാകുന്നു അൽ ഖുലഫാഉർ റാഷിദൂൻ, വിവേകം സിദ്ധിച്ച ശരിയായ അറിവിൻ്റെ ഉടമകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഈ ഉമ്മത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ആളുകൾ, കൃത്യമായ വ്യക്തമായ അറിവ് ഉള്ള ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ആളുകൾ, അതിന് അർഹരും യോഗ്യരുമായിരുന്ന ആളുകൾ അവരാണ്. വൽ അഇമ്മത്തുൽ മുഹ്തദൂൻ, ശരിയായ അറിവിൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ, സാലിഹായ അമലുകൾ ചെയ്ത് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത ആളുകളും അവരാകുന്നു. അവർക്ക് കൃത്യമായ ഇൽമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ സാലിഹായ അമലുകൾ ഉണ്ടായിരുന്നു. ആ വ്യക്തമായ അറിവിന്റെയും അമലിന്റെയും അടിസ്ഥാനത്തിൽ അത് വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം നേതൃത്വം കൊടുത്ത ആളുകളാണ് ഈ 4 പേർ. ഇമാം തുർമദി, ഇബ്നു മാജ പോലത്തെ മുഹദ്ദിസീങ്ങൾ ഇർബാദ് ഇബ്നു സാരിയ എന്ന് പറയുന്ന സ്വഹാബി പ്രമുഖരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ദീർഘമായ ഹദീസ്, നമ്മുടെ പല സദസ്സുകളിൽ വെച്ചും ആ ഹദീസിന്റെ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ ഇവിടെ പറയുകയും കേൾക്കുകയും ചെയ്ത ഹദീസ്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം വാർദ്ധക്യത്തിൽ രോഗിയായി, വാർദ്ധക്യ സഹജമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് താബിഈകളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ പോവുകയും ഞങ്ങൾ നിങ്ങളുടെ രോഗം സന്ദർശിക്കാനും ഇൽമു നേടാനും വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവർക്ക് അറിയിച്ചു കൊടുത്ത ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ജീവിക്കുമുണ്ടായ ഒരു സംഭവം. വഅലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇളതൻ ബലീഗതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വളരെ അർത്ഥഗർഭമായ, വളരെ മനസ്സിൽ തട്ടുന്ന ഒരു ഉപദേശം ഒരിക്കൽ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസിന്റെ ഏകദേശം അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവർക്ക് കൊടുത്ത ഉപദേശത്തിൽ, എന്റെ ശേഷം നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഈ ഉമ്മത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ, ഛിദ്രതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അങ്ങനത്തെ ആ സമയത്ത് രക്ഷയും സുരക്ഷയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, യഥാർത്ഥ ഇസ്ലാമിൽ നിങ്ങൾക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ എന്ന് പറഞ്ഞിരുന്നു, അൽ മഹ്ദിയീൻ മിൻ ബഅദി. എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്. ആളുകൾ പല അഭിപ്രായങ്ങളും പല നിലപാടുകാരും
പല ഗ്രൂപ്പുകളും പല കക്ഷികളുമായി ഛിദ്രതയിലും അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യത്തിലും ഈ ഉമ്മത്ത് പോകുമ്പോൾ എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, വിവേകം സിദ്ധിച്ച ശരിയായ ഇൽമുള്ള സാലിഹായ അമല് ചെയ്യുന്ന ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ആ മഹത്തായ ഹദീസിലുള്ള ആ വസിയ്യത്തുണ്ട്, സ്വഹാബത്തിന് കൊടുത്ത ആ ഒരു ഉപദേശം നിർദ്ദേശമുണ്ട്. ആ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച ഖുലഫാഉർ റാഷിദുകൾ ഈ 4 പേരാണ്. അതാണ് ഇമാം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുലഫാഉർ റാഷിദുകൾ, ശരിയായ കിതാബ് സുന്നത്തിന്റെ ശരിയായ അറിവുണ്ട്, ആ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള അമലുള്ള മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ അർഹരും യോഗ്യരുമായ ആളുകൾ, നിങ്ങൾക്ക് പിന്തുടരാൻ മാതൃകയാക്കാൻ പറ്റുന്ന ഖുലഫാഉർ റാഷിദുകൾ ഇവരാണ് എന്ന് പറഞ്ഞത്. അതാണ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ആ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുലഫാഉർ റാഷിദുകളാണ് ഈ 4 പേരും. അപ്പൊ ആ പറയുന്ന 4 ഇമാമീങ്ങൾക്ക്, ആ പ്രമുഖരായ ആ ഭരണാധികാരികൾക്ക്, അവർക്ക് മുസ്ലിം ഉമ്മത്തിനടുത്ത് എന്തെന്നില്ലാത്ത ബഹുമാനവും ആദരവുമുണ്ട്. അവരുടെ സുന്നത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നത് പോലെ അവർ ഈ ഉമ്മത്തിന് കാണിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങൾ അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ആ ആദരവും ബഹുമാനവും അവർക്ക് നൽകാൻ തയ്യാറാവണം. അവരതിന് അർഹരാണ്, യോഗ്യരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിലും മറ്റുള്ള ചില ഭാഗങ്ങളിലും പറഞ്ഞു, വമൻ തഅന ഫീ ഖിലാഫത്തി അഹദിൻ മിൻ ഹഉലാഇൽ അർബഅ, ഈ 4 ഖുലഫാഉർ റാഷിദുകൾപ്പെട്ട ആരെങ്കിലും ഒരാളുടെ ആ നേതൃത്വത്തിനെ ഏതെങ്കിലും ഒരാൾ വിമർശിച്ചു കൊണ്ടുവന്നാൽ, നമുക്കറിയാം റാഫിദുകൾ, ഷിയാക്കൾ എന്ന് പറയുന്നവര് ഈ പറയുന്ന 3 ഖലീഫമാരെയും തള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം ഖിലാഫത്തിനും ഇമാമത്തിനും നേതൃത്വത്തിനും അർഹതയുള്ള ആള് അലി ഇബ്നു അബി ത്വാലിബാണ് എന്ന വാദക്കാരൻ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3 ഖലീഫമാരെയും അവർ വളരെ മോശപ്പെട്ട നിലക്ക് ചിത്രീകരിക്കുന്നവരും പരാമർശിക്കുന്നവരുമാണ്. റാഫിദുകൾ, ഷിയാക്കൾ എന്ന് പറയുന്ന ഈ ദുഷിച്ച വിഭാഗം ആളുകൾ പ്രത്യക്ഷത്തിൽ പരസ്യമായി പുറത്തേക്ക് അവർ ഇസ്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവരുടെ അടുത്ത് കുഫറും ഇസ്ലാമിനോടുള്ള കഠിനമായ ശത്രുതയുമാണ്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ 4 ഖലീഫമാരിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരുത്തൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഫഹുവ അളല്ലു മിൻ ഹിമാരി അഹ്ലിഹി, ആ വ്യക്തിയുടെ വീട്ടുകാർ വളർത്തുന്ന കഴുതയിലേറെ വഴിപയച്ചവനാണ്. ഏതെങ്കിലും ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടുകാർ വളർത്തുന്ന കഴുത എന്ന് പറയുന്ന മൃഗം ബുദ്ധിയുടെ കാര്യത്തിൽ പൈസക്കില്ലാത്ത ഒരു ജീവിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ധാരാളം അത് അധ്വാനിക്കും, തൊഴിലെടുക്കും, കഷ്ടപ്പെടും. പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ ആളുകൾ ഒരൽപ്പം ബുദ്ധിഹീനമായ പ്രവൃത്തി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പറയും കഴുതേ എന്ന് പറയും. അങ്ങനത്തെ ഒരു ജീവിയാണ്. അപ്പൊ ഈ പറയുന്ന 4 ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട ആരെ വിമർശിച്ചാലും, ആരെ ഒരാൾ വിമർശിക്കുകയാണെങ്കിലും ആ മനുഷ്യൻ അവന്റെ വീട്ടുകാർ വളർത്തുന്ന കഴുതയിലേറെ വഴിപയച്ചവനാണ്, അത്ര ബുദ്ധിശൂന്യനായ വ്യക്തിയാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഖിലാഫത്തിന്, നേതൃത്വത്തിന് അധികാരവും അർഹതയും ഉള്ളത് എന്ന് റാഫിദികൾ പറയുന്ന അവരുടെ വാക്ക് അവർക്ക് തന്നെ എതിരാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതാവായി തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ബൈഅത്ത് കൊടുത്ത കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തപ്പോൾ അവിടെയുണ്ട്. മൂന്നാമതായി കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൈ കൊടുത്തുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ആരുണ്ട്? അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ ഈ ഷിയാക്കൾ, റാഫിദുകൾ പറയാണ് അദ്ദേഹത്തിനായിരുന്നു അധികാരത്തിന് അർഹതയും യോഗ്യതയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തെറ്റിന് ആരും കൂട്ടുനിന്നൂന്നാ. അവർ ഇമാമായി കാണുന്ന അലി റളിയല്ലാഹു അൻഹു കൂട്ടുനിന്നു എന്ന് പറയേണ്ടി വരും. അത് അവർക്ക് തന്നെ എതിരാണ് സത്യത്തിൽ. അപ്പൊ അവരുടെ ബുദ്ധിശൂന്യത കൊണ്ടാണ് ഈ പറയുന്ന വാദങ്ങൾ അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞത്. തുടർന്നുകൊണ്ട് അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അന്നൽ അശറത്തല്ലദീന സമ്മാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പേര് പറഞ്ഞ ഈ 10 ആളുകൾ, ഖുലഫാഉർ റാഷിദുകളായ നമ്മൾ ഇതുവരെ കേട്ട ഈ 4 പേരും, പിന്നെ അതിന്റെ ശേഷമുള്ള ശേഷം നമ്മൾ പറയാനും കേൾക്കാനും പോകുന്ന 6 പേരും അടക്കമുള്ള ഈ 10 പേർ
നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഷഹീദ ലഹും ബിൽ ജന്ന വബശ്ശറഹും ബിൽ ജന്ന, അവർ സ്വർഗാവകാശികളാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യം വഹിച്ചത് ഈ 10 പേര്. അവർക്ക് സ്വർഗമുണ്ട്, അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് അവരോട് ഈ ലോകത്ത് വെച്ച് തന്നെ സന്തോഷവാർത്ത അറിയിച്ചതാണ് അള്ളാഹുവിന്റെ റസൂല്. അതുകൊണ്ട് റസൂല് പേര് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ച, അവിടുന്ന് സന്തോഷവാർത്ത അറിയിച്ച ഈ 10 പേര് നഷ്ഹദു ലഹും ബിൽ ജന്ന, അവർ സ്വർഗാവകാശികളാണ് എന്ന് നമ്മളും സാക്ഷ്യം വഹിക്കുന്നു. അവര് ഈ 10 പേര് സ്വർഗത്തിന്റെ ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂല് സാക്ഷ്യം വഹിച്ച് സന്തോഷവാർത്ത അറിയിച്ച് ആ വിവരം നൽകിയത് കൊണ്ട് നമ്മളും അത് സാക്ഷ്യം വഹിക്കുകയാണ്. അലാമാ ഷഹീദ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ സാക്ഷ്യം വഹിച്ചു. ഇന്നാൾ അബൂബക്കറുൻ ഫിൽ ജന്ന വഉമറു ഫിൽ ജന്ന വഉസ്മാനു ഫിൽ ജന്ന വഅലിയുൻ ഫിൽ ജന്ന വസഅദുൻ ഫിൽ ജന്ന വസഈദുൻ ഫിൽ ജന്ന. ശേഷം പറയുന്ന ബഹുമാന ആദരണീയരായ ഈ 6 പേര് അവർ സ്വർഗത്തിലാണ് എന്ന് വഴിക്കുവഴിയായി ഓർഡറോടുകൂടെ ഒരേ ഹദീസിൽ കൂടെ ഒരേ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അവർ സ്വർഗാവകാശികളാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ ആ കാര്യം അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. ആ പറയുന്ന 10 പേര് വഹും അബൂബക്കറിൻ വ ഉമറു വ ഉസ്മാനു വ അലിയുൻ വ ത്വൽഹത്തു വ സുബൈറു വ സഅദുൻ വ സഈദുൻ വ ഉബൈദു വ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വ അബൂ ഉബൈദത ഇബ്നുൽ ജറാഹി റളിയല്ലാഹു അൻഹും. ഈ പറയുന്ന 10 പേർ അവർ സ്വർഗാവകാശികളാണ്. അള്ളാഹുവിന്റെ റസൂല് ആ വിവരം നമുക്ക് നൽകുകയും ആ സന്തോഷവാർത്ത അവരെ അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയ നിലയ്ക്ക് ഈ 6 പേരുടെ ചെറിയ തർജമ, അവരുടെ ജീവചരിത്രം ചെറിയ നിലയ്ക്ക് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് അബൂ ഇസ്ഹാഖ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത്. മാലിക് സുഹരി അൽ ഖുറശി, ഖുറൈശിയായിരുന്നു, സുഹരി ഗോത്രത്തിൽപ്പെട്ട. അഹദുൽ അശറത്തിൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. വമിന സാബിഖീന അൽ അവ്വലീന ഇലൽ ഇസ്ലാം, ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഏകദേശം ചില റിപ്പോർട്ടുകളിൽ അഭിപ്രായത്തിൽ 3ാമതായി ഇസ്ലാമിലേക്ക് വന്നു. അതല്ല, കുറച്ചുകൂടി പ്രമുഖമായ അഭിപ്രായത്തിൽ, പ്രബലമായ അഭിപ്രായത്തിൽ 7ാമത്തെ ആളായി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. വഹുവ അവ്വലു മൻ റമാ ബിസഹമിൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് ഏറ്റവും ആദ്യം അവരിലേക്ക് അമ്പെയ്ത ആളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഏറ്റവും ആദ്യം ശത്രുക്കളെ അമ്പെറിഞ്ഞ ആളാണ് ഇസ്ലാമിലായിക്കൊണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ട സമയത്ത് ശത്രുക്കൾ ഇരച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പുകൾ ആവനായിൽ നിന്ന് എടുത്തു കൊടുക്കുകയും അതുകൊണ്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയാൻ വേണ്ടി അദ്ദേഹത്തോട് പ്രേരിപ്പിക്കുകയും ഇർമി ഫിദാക അബി വ ഉമ്മി, ശത്രുക്കളെ ഈ അമ്പ് കൊണ്ട് എറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്നുള്ള അമ്മാവൻ എന്നുള്ള സ്ഥാനവും ഉണ്ടായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്. ഇർമി ഫിദാക അബി വ ഉമ്മി, എന്റെ മാതാവും പിതാവും നിങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഞാൻ നൽകുന്നു, ശത്രുക്കളെ ഈ അമ്പ് കൊണ്ട് എറി എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. وأحد الستة أصحاب الشورى الذين اختارهم عمر بن الخطاب رضي الله عنه, ഉമർ റളിയല്ലാഹു അൻഹുവിന് ശത്രുവിൽ നിന്ന് കുത്തുകിട്ടിയ സമയത്ത് പിന്നീട് ഈ ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം ഷൂറ, അദ്ദേഹത്തിന്റെ കൂടിയാലോചന സമിതിയിൽ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ 6 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. മുമ്പ് നമ്മളത് പറഞ്ഞിരുന്നു. ഹിജ്റ 55ാമത്തെ വർഷത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത് എന്നാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാന ആദരവുകൾ ധാരാളമായി ഹദീസുകളിൽ വന്നത് കാണാം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ മകനെ സഅദേ നിന്നോട് ഞാൻ മുണ്ടിപ്പോവുകയില്ല, നീ നിന്റെ ദീനിൽ നിന്ന് പിന്മാറാതെ മുഹമ്മദിൽ നിന്ന് അവിശ്വസിക്കാതെ എന്ന് പറഞ്ഞു, കാഫിറാകാതെ ഇനി ഞാൻ നിന്നോട് മുണ്ടൂല, ഞാനൊരു ഭക്ഷണം കഴിക്കൂല, ഒരു മുറുക്ക് വെള്ളം കുടിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസത്തോളം അദ്ദേഹത്തിന്റെ മാതാവ് ആ അവസ്ഥയിൽ പോയി. അങ്ങനെ അവസാനം തളർന്ന് മറ്റ് മക്കൾ വന്ന് ആ മാതാവിന് വെള്ളവും ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലുള്ള ആയത്ത് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ എന്ന് പറയുന്ന ശിർക്കിലേക്കോ കുഫറിലേക്കോ തെറ്റായ കാര്യങ്ങളിലേക്കോ മാതാപിതാക്കൾ പ്രേരിപ്പിച്ചാൽ അവർക്കനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള
ആയത്തിറക്കി. ചില റിവായത്തുകളിൽ പറയുന്നു സഅദ് റളിയല്ലാഹു അൻഹു മാതാവ് ഭീഷണിപ്പെടുത്തിയപ്പോൾ മാതാവിനോട് പറഞ്ഞു, യാ ഉമ്മ തഅലമീന വല്ലാഹി ലൗ കാനത് ലക്കി 100 നഫ്സ്. ഉമ്മ, ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാം, നിങ്ങൾക്ക് ഒരു 100 തടി ശരീരമുണ്ട് എന്ന് വെക്കുക. ഈ 100 തടികൾ ഓരോന്നായിക്കൊണ്ട് ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ ഒരു പിടി ഭക്ഷണം കഴിക്കാതെ എന്നോടുള്ള വെറുപ്പിന്റെ പേരിൽ മരിച്ചു വീഴുകയാണ് എന്നും വെക്കുക. എന്നാൽ പോലും ഈ ആദർശത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മരിച്ചു പിരിയാമെന്ന് പറഞ്ഞു. ദീനിലുള്ള ആദർശത്തിലുള്ള അടിയുറച്ച നിലപാട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ മാതാവ് പിന്നീട് പരാജയപ്പെട്ട് ഭക്ഷണം വെള്ളം കുടിച്ച് പിന്മാറി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പേരിൽ ഇറക്കിയ ആയത്തിൽ പറഞ്ഞു, തെറ്റായ കാര്യങ്ങൾ ശിർക്ക് കുഫർ പോലത്തതിലേക്ക് മാതാപിതാക്കൾ പ്രേരിപ്പിക്കുന്ന പക്ഷം അവർക്ക് അനുസരിക്കേണ്ടതില്ല. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം ഇമാം മുസ്ലിം റഹിമഹുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ എന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്നുള്ള പേടിയും സ്വാഭാവികമായി മനുഷ്യ സഹജമായ ചില പ്രയാസങ്ങളും അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന സമയത്ത് ഉറക്ക് വരാതെ പ്രയാസപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലിന്. ശത്രുക്കളാരെങ്കിലും വല്ല ആക്രമണങ്ങളോ വല്ല പ്രയാസങ്ങളോ അനുഭവപ്പെടുമോ എന്നുള്ള നിലക്ക് അങ്ങനെ റസൂല് പറഞ്ഞു, റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി യഹ്റുസുനിൽ ലൈല, ഏതെങ്കിലും സാലിഹായ എന്റെ അനുചരന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളി രാത്രി എനിക്കൊരു കാവലിന് വന്നെങ്കിൽ എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഫബൈനമാ നഹ്നു കദാലിക, ഞങ്ങൾ അപ്രകാരം കഴിച്ചുകൂട്ടുന്ന സമയത്ത് സമയന ഖശ്ഖശത സിലാഹിൻ, ആയുധത്തിന്റെ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹാദാ, ആരാണിത്? അപ്പൊ പറഞ്ഞു, സഅദ് ഇബ്നു അബി വഖാസ്, ഞാൻ സഅദ് ഇബ്നു അബി വഖാസ് ആണ്. അല്ലാഹുവിന്റെ റസൂല് ആഗ്രഹിച്ചതാണ്. ആ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചുകൊണ്ട് മഹാനായ സാലിഹായ ഈ സഹാബി ആ ദിവസം അവിടെ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ജാഅ ബിക്, എന്താണ് നീ വരാൻ കാരണം, എന്താണ് ആവശ്യം? അദ്ദേഹം പറഞ്ഞു, വഖാ ഫീ നഫ്സി ഖൗഫുൻ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മനസ്സിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചൊരു പേടി, ശത്രുക്കൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുവോ, റസൂൽ എന്തെങ്കിലും പറ്റുമോ, ഈ പറയുന്നൊരു പ്രയാസം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് കാവലായിക്കൊണ്ട് ഞാനിവിടെ വന്നതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അപ്രതീക്ഷിതമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹത്തിന് പൂർത്തീകരിക്കുന്ന നിലക്ക് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ സമയത്തു ഖതീതഹു, വളരെ സുഖകരമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഉറങ്ങി. അങ്ങനെ അവിടുന്ന് കൂർക്കം വലിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു എന്ന്. ഇതുപോലത്തെ ബഹുമാന ആദരവുകൾ ധാരാളമുള്ള സഹാബിയായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ കേട്ടതുപോലെ ദീനുൽ ഇസ്ലാമിൽ ശത്രുക്കൂടി ഏറ്റവും ആദ്യം അമ്പെയ്ത ആളാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം പറയാണ്, വലഖദ് റഅയ്തുനി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ വന്ന് 7ാമത്തെ ആളായിട്ടാണ് ഞാൻ വരുന്നത്. മാലനാ തുആമുൻ ഇല്ലാ വറഖുസ് സമർ, ചില ദിവസങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം സമർ മരത്തിന്റെ ഇലകളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ലഭിക്കലില്ലായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ. ഹത്താ ഇന്ന അഹദനാ ലയളഉ കമാ തളഉ ശാത്ത്, അങ്ങനെ ഞങ്ങൾ കാഷ്ടിക്കുന്ന സമയത്ത് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ ഒരു കഷ്ണം മറ്റൊന്നിനോട് തൊടാത്ത നിലക്കുള്ള ആ രൂപത്തിൽ ഞങ്ങൾക്ക് മലം പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു, ഇലകൾ കഴിച്ചിട്ട് മറ്റൊരു ഭക്ഷണവും കഴിക്കാതെ. അതിന്റെ ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന നിഅമത്തുകളും ഐശ്വര്യങ്ങളും ഖൈറാത്തുകളും ഞങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. അതേപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആക്ക് ഉത്തരം കിട്ടുന്ന മഹാനായ സഹാബിയായിരുന്നു, മുജാബുദ്ദാവയായിരുന്നു അദ്ദേഹം, ദുആക്ക് ഉത്തരം കിട്ടുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കൂഫയിലുള്ള ഗവർണറായി അദ്ദേഹത്തിനെ നിശ്ചയിച്ചു. ഇറാഖിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ആര് നേതൃത്വത്തിൽ വന്നാലും അവരെ പ്രയാസപ്പെടുത്തുക, അവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു സ്വഭാവമുള്ള ആളുകളാണ് കൂഫക്കാർ, പ്രത്യേകിച്ച് ഇറാഖികളായ ആളുകൾ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇദ്ദേഹത്തെക്കുറിച്ച് അവർ ചില പരാതികൾ പറഞ്ഞു. ഏറ്റവും വലിയ പരാതി, ശരിക്കും നിസ്കരിക്കണില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ വന്ന് റസൂലിന്റെ പ്രശംസ പിടിച്ചുപറ്റി സ്വർഗത്തിന്റെ ആളാണ്, അതുകൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ സഹാബികളുടെ നിസ്കാരം ക്ലിയറില്ല എന്ന് അവരെ വിമർശിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ചൊരു പരാതി ഇങ്ങനെ കേൾക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ നിസ്കരിച്ചത്, എങ്ങനെയാണോ ഞാനത് കണ്ടത്, അതുപോലെയാണ് ഞാൻ അവർക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇശാ നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ അല്പം ദീർഘിച്ച് ഞാനതിൽ സൂറത്തുകൾ പാരായണം ചെയ്യും. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ മാത്രം പാരായണം ചെയ്ത്
അള്ളാഹുവിന്റെ റസൂലിന് കേട്ട് പഠിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ആ അറിവ് വെച്ചാണ് ഞാൻ അവർ നിസ്കരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളെക്കുറിച്ച് എന്റെയും ധാരണ അത് തന്നെയാണ്. പക്ഷെ ആളുകളിൽ പരാതി വന്ന സ്ഥിതിക്ക് അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഭരണാധികാരി ഇറാഖിലേക്ക് കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു. എന്നിട്ട് കൂഫയിലുള്ള പള്ളികളിലൊക്കെ നിങ്ങൾ ചെന്നിട്ട് സഅദിന്റെ ഇമാമത്ത് നിസ്കാരം എങ്ങനെയാണ് ഒന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരികയെന്ന്. അങ്ങനെ ഈ പറഞ്ഞ ആളുകൾ ഒന്നോ ഒന്നിൽ കൂടുതലോ ആളുകൾ കൂഫയിൽ പോയി ഓരോ പള്ളികളിലും അവർ ചെന്ന് കടന്ന് അന്വേഷിച്ചു അവിടെയുള്ള ആളുകളോട്. അവർ മുഴുവനും പറഞ്ഞു നല്ല അഭിപ്രായമാണ്, നല്ല നിസ്കാരമാണ്, ഞങ്ങൾക്കൊരു വിമർശനവുമില്ല. അങ്ങനെ മസ്ജിദ് ബനി അബസ എന്ന് പറയുന്ന ആ ഗോത്രക്കാരുടെ പള്ളിയിലും ഈ അന്വേഷിക്കാൻ ചെന്ന സംഘം അവിടെ ചെന്ന് ചോദിച്ച സമയത്ത് മറ്റുള്ള ആളുകൾ നന്മ പറഞ്ഞു. ഒരു വ്യക്തി ആ കൂട്ടത്തിൽ നിന്ന് ഉസാമത്ത് ബിൻ ഖതാദ എന്ന് പറയുന്ന അബൂ സഅദ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് എണീറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മ ഇത് നശത്തന, എന്നോട് നിങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന സ്ഥിതിക്ക് ഫഇന്ന സഅദൻ കാന ലാ യസീറു ബിസ്സരിയ, ഞങ്ങളുടെ അമീറായ ഗവർണറായ സഅദ് യുദ്ധത്തിന് ആളുകൾ പോകുമ്പോൾ അവരെ കൂടെ പോകലില്ല, ഭീരുക്കളെ പോലെ വീട്ടിലിരിക്കലാണ്. വലാ യുഖ്സിമു ബിസ്സവിയ, അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന സമ്പത്ത് തുല്യമായി എല്ലാവർക്കും വിഹിതിക്കലില്ല, തോന്നുന്നവർക്ക് കൊടുക്കലാണ്. വലാ യാദിലു ഫിൽ ഖളിയ, എന്തെങ്കിലും കേസോ പരാതികളോ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു അവിടെ നീതിയോടുകൂടെ വിധിക്കലില്ല എന്ന് പറഞ്ഞ 3 ആക്ഷേപങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കളവായിരുന്നത്, ആരോപണമായിരുന്നു, സത്യമില്ലായിരുന്നു. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ വല്ലാഹി ല അദ്ഉവന്ന ബിസലാത്ത്, ഇങ്ങനെ 3 പരാതി നീ എന്നെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിനക്ക് കേടായി ദുആ ചെയ്യാൻ പോകാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബൻ, അല്ലാഹുവേ ഈ അബൂ സഅദ എന്ന് പറയുന്ന ഈ ബനു അബസക്കാരുടെ നാട്ടുകാരനായ മനുഷ്യൻ കള്ളനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഖാമരിയ അൻവസുംഅത്തൻ, മറ്റുള്ളവരെ കാണിക്കാനും കേൾക്കാനും പേരെടുക്കാനുമാണ് ഈ സദസ്സിൽ നിന്നത് പറഞ്ഞ കാര്യങ്ങൾ പരാതി, അത് അപവാദമാണ്, കള്ളമാണെങ്കിൽ ആ മനുഷ്യന്റെ ഫഅത്തിൽ ഉംറഹു, അവന്റെ വയസ്സിനെ നീട്ടിക്കൊടുക്കേ, വഅത്തിൽ ഫഖറഹു, അവന്റെ ദാരിദ്ര്യം അതിനെ വർദ്ധിപ്പിച്ച് അത് നീട്ടിക്കൊടുക്കേ. ഒരുപാർക്ക് വയസ്സ് ഒരുപാട് കൂടുതലുണ്ടായി സമ്പത്തും ഞാമത്തും ആഫിയത്തും ഉണ്ടായാൽ അത് ഖൈറാണ്. നേരെ മറിച്ച് ഒരുപാട് കാലം ജീവിക്കാനുള്ള വകുപ്പും അതിനുള്ള വരുമാനങ്ങളും അതിനുള്ള വഴിയില്ലാത്ത ദാരിദ്ര്യത്തിലായി, അത് വല്ലാത്ത കഷ്ടമാണ്. വഅർറിലുഹു ബിൽ ഫിതൻ, ഫിത്നകളിലേക്ക് പരീക്ഷണങ്ങളിലേക്ക് അവനെ പ്രദർശിപ്പിക്കേ, അഥവാ അവനിൽ ഫിത്നയിൽ അകപ്പെടുത്തേ എന്നുള്ള ദുആ ചെയ്തു. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദ്ലൂമായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ ഈ മനുഷ്യൻ റിയാ സുംഅത്തിന്റെ മേൽ പേരെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ സ്വീകരിച്ചു, അതിന് ഉത്തരം നൽകി. അങ്ങനെ ഈ മനുഷ്യൻ വയസ്സ് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലക്കത്തെ വാർദ്ധക്യത്തിലേക്കെത്തി. അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹ്മഹുള്ള പറയാണ്, ഈ മനുഷ്യനെ പിന്നീട് ഞങ്ങൾ കൂഫയിൽ കാണുമായിരുന്നു. വയസ്സായി ആ മനുഷ്യന്റെ പുരികം അവന്റെ കണ്ണിലേക്ക്, വയസ്സുകാരൻ തൊലി തൂങ്ങിയിട്ട് കണ്ണിലേക്ക് തൂങ്ങിയ പ്രായാധിക്യം കൊണ്ട് നിസ്സഹായനായി പോകുന്ന മനുഷ്യൻ, ആളുകളോട് സഹായത്തിന് തെണ്ടി നടക്കുന്ന അവസ്ഥയിൽ, അതിൻ്റെയും പുറമെ കൂഫയിലുള്ള അങ്ങാടികളിൽ കൂടെ പോകുന്ന യുവതികളെയും പെണ്ണുങ്ങളെയും ഈ മനുഷ്യൻ അവരെ പിന്നിൽ കൂടെ പോയി അവരോട് തമാശ പറഞ്ഞ് അവരെ ശല്യം ചെയ്യുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ മുഴുവൻ വെറുക്കപ്പെട്ട, ആർക്കും ഇഷ്ടമില്ലാത്ത, പരീക്ഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയായി ഈ മനുഷ്യനെ ഞങ്ങൾ കാണുമായിരുന്നു അങ്ങാടിയിൽ എന്ന്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയുടെ ഫലമായിക്കൊണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബഹുമാന ആദരവ്. ഇതല്ലാത്ത ധാരാളവും. ഇതാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതേപോലെ ഈ 6 പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാളാണ് സഈദ് ബിൻ സെയ്ദ് ബിനുൽ ഖത്താബ് സഈദ് ബിൻ സെയ്ദ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവിന്റെ മകനായ സഈദ് ബിനു സെയ്ദ് ബിനു അംർ ബിനു നുഫൈൽ ബിനു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന സഈദ് റളിയല്ലാഹു അൻഹു ആദ്യകാലം ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തിന് അബുൽ ആവർ എന്നുള്ള കുഞ്ഞത്തുണ്ടായിരുന്നു. വകാന തിവാലൻ ആദമ അഷാർ, ശരീരത്തിൽ നല്ല രോമാവൃദ്ധമായ ഗോതമ്പ് വർണ്ണമുള്ള തൊലിയുള്ള അല്പം അത്യാവശ്യം നീളമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഫാത്തിമ ബിന്തു ബാഴ്ജ റളിയല്ലാഹു അൻഹ, വഹുവ ഫാത്തിമ ബിന്തു ബാഴ്ജ എന്ന് പറയുന്നവരായിരുന്നു മാതാവ്. വഹുവ ഇബ്നു അമ്മി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വസിഹുറു, ഈ പറയുന്ന സഈദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവിന്റെ മകനുമാണ്, സഹോദരിയുടെ ഭർത്താവുമായിരുന്നു. വകാനത്ത് ഉഖ്തുഹു ആതികത്തു ബിന്തു സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ തഹ്ത ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരി ആ ഭാഗത്തിൽ കൂടി.
വകാന സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മിനൽ മുഹാജിരീനൽ അവ്വലീൻ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഹബശയിലേക്കും മദീനയിലേക്കൊക്കെ അദ്ദേഹം ഹിജ്റ പോയ ആളുമായിരുന്നു, പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ കഴിയാതെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിൻ ഫിൽ ജന്ന വ ഉമറു ഫിൽ ജന്ന എന്ന് പറയുന്ന ഈ ഹദീസിൽ സഈദ് ഇബ്നു സൈദ് ഫിൽ ജന്ന എന്ന് സന്തോഷവാർത്ത അറിയിച്ചിരുന്നു. ഈ പറയുന്ന സഹാബിയും തന്നെ കാന മുസ്തജാബ ദഅവ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. ഹിഷാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉർവത്ത് ഇബ്നു സുബൈർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, അന്ന അർവ ബിന്തു ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ സഈദ് ഇബ്നു സൈദിനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞു. അദ്ദേഹം അതിര് നീക്കി എന്റെ ഭൂമിയിൽ നിന്ന് കുറച്ച് അവിഹിതമായി എടുത്തിട്ടുണ്ട് എന്ന്, സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അങ്ങനെ മർവാൻ ഇബ്നുൽ ഹക്കം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കേസെത്തി, ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത്. അപ്പൊ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അന കുന്തു ആഖുദു മിൻ അർളിഹാ ഷൈഅൻ, ആ പെണ്ണിന്റെ ഭൂമിയിൽ നിന്ന് യദ നീക്കിയിട്ട് അവിഹിതമായി ഞാൻ എന്തെങ്കിലും എടുക്കേ. ബഅദമാ സമയത്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടതിന്റെ ശേഷം. അപ്പോ മർവാൻ ഇബ്നു ഹക്കം ചോദിച്ചു, എന്താണ് നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് എന്താണ്? സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ അഖദ ശിബ്റൻ മിനൽ അർളി ളുൽമൻ, അവിഹിതമായി അക്രമമായി മറ്റൊരാളെ ഭൂമിയിൽ നിന്ന് അർഹതയില്ലാതെ അവിഹിതമായി ഏതെങ്കിലും ഒരാൾ ഒരു ചാണ് മറ്റൊരാളെ ഭൂമി എടുത്താൽ, തുവ്വിഖഹു ഇലാ സബഇ അർളീൻ, 7 ഭൂമികളിൽ നിന്ന് അത് ഇവന്റെ കഴുത്തിൽ ഖിയാമത്ത് നാളിൽ ഒരു മാലയാക്കി ഇടപെടും എന്ന് പറയുന്ന ഹദീസ് ഞങ്ങൾക്ക് വലിയ ഗൗരവമുള്ള വലിയൊരു ശിക്ഷയായിക്കൊണ്ട് താക്കീതായിക്കൊണ്ടുള്ള ഈ ഹദീസ് ഞാൻ കേട്ടതിന്റെ ശേഷം ഞാൻ എങ്ങനെ ആ സ്ത്രീയുടെ ഭൂമിയിൽ നിന്ന് അവിഹിതമായിട്ട് എന്തെങ്കിലും എടുക്കുവോ എന്ന് ചോദിച്ചു. അപ്പൊ മർവാൻ ഇബ്നുൽ ഹക്കം റഹിമഹുള്ള പറഞ്ഞു, ലാ അസ്അലുക ബയ്യനതൻ ബഅദ ഹാദാ, ഈ ഹദീസ് ഈ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞതിന്റെ ശേഷം മറ്റൊരു തെളിവ് നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ആവശ്യമില്ല, സത്യം നിങ്ങളുടെ ഭാഗത്താണ്, ആ പെണ്ണ് അത് കളവ് പറഞ്ഞതാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ മർദ്ദിതനായി അദ്ദേഹത്തിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് കേടായിട്ട് ദുആ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ ഫഅമ്മി ബസറഹ, ഈ പെണ്ണ് കളവാണ് പറയുന്നു എന്നുണ്ടെങ്കിൽ നീ അവളെ അന്ധയാക്കണം, കുരുടി കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണം. വഖ്തുൽഹാ ഫി അർളിഹാ, ഭൂമിയിലാണ് അവൾക്ക് ഇത്ര ആർത്തി, അവളുടെ ഭൂമിയിലിട്ട് തന്നെ നീ വധിക്കുകയും വേണം എന്ന് പറഞ്ഞു. ദുആ ചെയ്തു, ശരിയായൊരു മരണം അവൾക്ക് നീ നൽകരുത്. അങ്ങനെ കാല മർവാൻ ഉർവ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫമാ മാതത് ഹത്താ ദഹബ ബസറുഹ, ആ പെണ്ണ് മരണപ്പെടുന്നതിന് മുമ്പ് കണ്ണ് നഷ്ടപ്പെട്ടു. ثم بينها هي تمشي في أرضها إذ وقعت في حفرة فماتت, അങ്ങനെ അവൾ അന്ധയായി നടക്കുന്ന സമയത്ത് അവളുടെ ഭൂമിയിലുള്ള ഒരു കുഴിയിൽ ചെന്ന് ചാടി, അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ആ പെണ്ണ് മരണപ്പെടുന്നത് എന്ന് മഹാനായ സ്വഹാബിയുടെ ദുആയുടെ ഫലമായിക്കൊണ്ട്. ബഹുമാനാദരവ് ധാരാളമുള്ള ആളായിരുന്നു സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കാന മഖാമു അബീ ബക്കറിൻ വ ഉമർ വ ഉസ്മാൻ വ അലിയിൻ വ സഅദിൻ വ സഈദിൻ വ തുൽഹത വ സുബൈർ വ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദ്. ഈ 10 സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരേ സ്ഥാനക്കാര്, ഒരേ ആദരവ്, എപ്പോൾ നോക്കിയാലും കൂടെയുള്ള ആളുകളായിരുന്നു. കാനു അമാമഹു ഫിൽ ഖിതാലി വ ഖൽഫഹു ഫിസ്സലാ, യുദ്ധത്തിന്റെ ഏത് സമയമാണെങ്കിലും ഈ പറയുന്ന പ്രമുഖരായ സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സംരക്ഷകരായി കവചമായി കൊണ്ടുണ്ടാകും. ശത്രുക്കളുടെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂലിന് കാവലും സംരക്ഷകരുമായി ഉണ്ടാകും. യുദ്ധസമയത്ത് നിസ്കാരത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ പിന്നിൽ മുഅ്മിനീങ്ങളായിട്ടും ഇവരുണ്ടാകും. ഏത് സമയത്തും അത്ര ബഹുമാനമുള്ള ആളുകളായിരുന്നു. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അഖീഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് വഫാത്തായത് എന്ന്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിനെ മദീനയിലേക്ക് കൊണ്ടുവന്ന് ബഖീഇൽ അദ്ദേഹത്തെ മറമാടപ്പെട്ടു എന്നുള്ളത്. വദാലിക സനത 50, ഹിജ്റ 50-ാമത്തെ വർഷം. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് 70 ചില്ലാനും വയസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ സെയ്ദ് റഹിമഹുള്ള അദ്ദേഹം വിഗ്രഹ ആരാധനയിൽ പങ്കെടുക്കാതെ ജാഹിലിയ കാലത്ത് കഴിച്ചുകൂട്ടിയാൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ നബുവത്തും റിസാലത്തൊന്നും വരുന്നതിന്റെ മുമ്പ് തന്നെ മക്കയിൽ ആളുകൾ വിഗ്രഹങ്ങൾക്ക് ആരാധിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ആ തെറ്റുകളിൽ പ്രത്യേകിച്ച് ഷിർക്കിൽ പങ്കെടുക്കാതെ സത്യ അന്വേഷികളായിക്കൊണ്ട് ജീവിച്ച ആളുകളാണ്. അങ്ങനെ അദ്ദേഹം ഷാമിന്റെ ഭാഗത്തേക്ക് പോയി എന്നുള്ള സത്യം അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ നസാറാക്കളെ കണ്ടു,
യഹൂദികളെ കണ്ടു. പക്ഷെ അവരുടെ ദീനും അവരുടെ സംസ്കാരങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീന് അവർ മാറ്റിമറിച്ചത് കാരണം ഇദ്ദേഹത്തിന് അതും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അലാ ദീനി ഇബ്രാഹിം, അള്ളാഹുവെ ഞാൻ ഇബ്രാഹിം നബിയുടെ ദീനിലാണ്. ഇബ്രാഹിം നബിയുടെ ദീൻ എന്താണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അത് അറിയുകയില്ല. സത്യം അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് അത് കിട്ടാനുള്ള മാർഗവുമില്ല. അങ്ങനെ നിസ്സഹായനായ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവെ ഞാൻ ഇബ്രാഹിം നബിയുടെ ദീനിലാണ്. പക്ഷേ വലാകിൻ ലം യദ്ഫർ ബിശരിയത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ദീനാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ടെത്താനും കഴിഞ്ഞില്ല. അന്വേഷിച്ച് നടന്നിട്ട് അത് കിട്ടാനും പോയി. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ദീൻ ഇന്നതാണ് എന്ന് അദ്ദേഹത്തിന് കാണിച്ചു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളെ അദ്ദേഹം കണ്ടതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രക്ഷ കൊണ്ട് അദ്ദേഹം നരകമുക്തനാണ്, അദ്ദേഹം രക്ഷയുടെ അവകാശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ച ഹദീസുകൾ ബിഅന്നഹു യുബഅതു ഉമ്മത്തൻ വാഹിദ യൗമൽ ഖിയാമ, അദ്ദേഹം ഖിയാമത്ത് നാൾ ഏക സമുദായമായി മഹ്ശറയിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഏക ഉമ്മത്തായിക്കൊണ്ട് ഒരൊറ്റ വ്യക്തി മാത്രം ആ സമുദായത്തിൽ സത്യാന്വേഷിയായിക്കൊണ്ട് ഇബ്രാഹിം നബിയുടെ ദീൻ അന്വേഷിച്ചുകൊണ്ട്, റസൂലിന്റെ നുബുവത്ത് എത്തിയിട്ടില്ല, കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ആ കാലഘട്ടത്തിൽ കഴിച്ചുകൂട്ടിയ ബഹുമാന ആദരണീയനായ വ്യക്തിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിനെ പോലത്തെ വറക്ക എന്ന് പറയുന്ന വറക്കത്ത് ബിനു നൗഫൽ പോലത്തെ കുറച്ച് ആളുകൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സത്യ അന്വേഷികളായി ഉണ്ടായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് മറ്റു ചില ആളുകൾ അസ്മാ ബിന്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, ലഖദ് റഅയ്തു സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിന്റെ മകനായ സെയ്ദ് എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടു. ഖായിമൻ മുസ്നിദൻ ലഹറഹു ഇലൽ കഅബ ഷരീഫിലേക്ക് അദ്ദേഹത്തിന്റെ മുതുകിനെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, യാ മാശറ ഖുറൈശികളെ, വല്ലാഹി മാ ഫീകും അഹദുൻ അലാ ദീനി ഇബ്രാഹിമ ഗൈരി, ഇബ്രാഹിം നബി കൊണ്ടുവന്ന ദീനിലായിട്ട് ഇന്ന് മക്കയിൽ ഞാനല്ലാതെ ഒരാൾ നിങ്ങളെ കൂട്ടത്തിലില്ല. ഇത് അദ്ദേഹം അവരോട് വിളിച്ചു പറയുമായിരുന്നു. പക്ഷെ എതിലേക്കാണ് ക്ഷണിക്കേണ്ടത് എന്താണെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു. വക്കാന യഹ്യിൽ മൗഊദത്ത, ചെറിയ പെൺകുട്ടികളെ അന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ ജീവനോടെ വധിക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ വധിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ആ പിതാക്കന്മാരെ ആളുകളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങുമായിരുന്നു, കൊല്ലാനയക്കാതെ. എന്നിട്ട് അദ്ദേഹം അവരോട് പറയും, നിന്റെ ഈ കുഞ്ഞിനെ നീ കൊല്ലണ്ട, അതിനെ ഞാൻ സ്വീകരിക്കാം. ലാ തഖ്തുൽഹ അന അക്ഫീക മുഅനതഹ, അതിന്റെ ചെലവും അതിന്റെ സംരക്ഷണവും ഞാൻ ഏറ്റെടുത്തോളാം, കൊല്ലരുതേ എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ അവരിൽ നിന്ന് വാങ്ങും. അങ്ങനെ ഫഇദാ തറഅറഅത്, ആ കുഞ്ഞ് കുറച്ച് വലുതായി ഓടിച്ചാടി നടക്കുന്ന പ്രായത്തിലെത്തിയാൽ അതിന്റെ വീട്ടിൽ കുടുംബത്തിൽ പിതാവിനോട് പറയും, ഇൻ ശിഅത ദഫഅതു ഹാലക്, നിനക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കാം, അതല്ല നിനക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവും സംരക്ഷണവും ഞാൻ ഏറ്റെടുത്ത് നിനക്ക് അതിന്റെ ബാധ്യത ഒഴിവാക്കി തരാമെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അദ്ദേഹം ഈ പറയുന്ന സെയ്ദ് റഹിമഹുല്ല അദ്ദേഹം അത് പറയുമായിരുന്നു. ഇങ്ങനത്തെ നന്മകളൊക്കെ പറയപ്പെട്ട ആ പിതാവിന്റെ മകനായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹു. പിന്നെ ഈ 6 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാൾ ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ല ഇബ്നു ഉസ്മാൻ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈം, ഖുറൈശിയായിരുന്നു, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരുടെ കൂട്ടത്തിലേക്ക് എത്തുന്ന കഅബ് ഇബ്നു ഉഅയ്യ് പോലത്തെ ആ പിതാമഹന്മാരിലേക്ക് ഇദ്ദേഹത്തിന്റെയും കുടുംബ പരമ്പര എത്തുന്ന ആളാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രമുഖരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. കാന അബി അബിയൽ, അദ്ദേഹത്തിന്റെ മകൻ മൂസ ഇബ്നു ത്വൽഹ റഹിമഹുല്ല പറയുമായിരുന്നു, എന്റെ പിതാവ് വെളുത്ത നിറമുള്ള ആളായിരുന്നു, ഒരൽപ്പം ചുവപ്പ് വർണ്ണമുള്ള, മർബൂഅൻ, ഒരു മിതമായ വലിപ്പമുള്ള, വളരെ കുറിയ ആളല്ല, ദീർഘമുള്ള നീണ്ട ആളല്ല, ഇലൽ ഖിസരി അഖ്റബ്, പക്ഷെ ദീർഘമായ നീളമുള്ള ആളല്ല, ഒരൽപ്പം കുറിവുള്ള ചെറുപ്പമുള്ള ആള്, അതിലേക്കായിരുന്നു കുറച്ചുകൂടി കൂടുതൽ സാധ്യത. റഹബ് അസ്വദർ, നല്ല വിശാലതയുള്ള നെഞ്ഞുള്ള ആളായിരുന്നു. ബഈദമാ ബൈനൽ മൻകിബൈൻ, 2 ചുമലിന്റെ ഇടയിലുള്ള സ്ഥലം നല്ല വിദൂരമുള്ള, അത്യാവശ്യം ശരീരം ഒക്കെ കാര്യങ്ങൾ ഉള്ള ആളായിരുന്നു. ലഹിമൽ ഖദമേ, 2 കാൽപാദങ്ങൾ, അത് രണ്ടും നല്ല കട്ടിയുള്ള തടിച്ച സ്വഭാവക്കാരനായിരുന്നു. ഇൽതഫത ജമിയാൻ, ഏതെങ്കിലും ഭാഗത്തേക്കൊന്ന് തിരിയുമ്പോൾ ശരീരം പൂർണ്ണമായിട്ട് തിരിയുന്ന നല്ല ശരീരവും ബോഡിയും ശക്തിയും ഒക്കെ ഉള്ള ആളായിരുന്നു എന്നർത്ഥത്തിൽ. വക്കാന മിമ്മൻ സബഖ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആദ്യകാലത്തിൽ വന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഊദിയ ഫില്ലാഹി, അദ്ദേഹത്തിന് മക്കയിൽ ഒരുപാട് ആദർശത്തിന്റെ പേരിൽ പ്രയാസങ്ങൾ നേടേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഹിജറ പോയി. ബദർ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം ഷാമിലായിരുന്നു.
അതിൽ വല്ലാത്ത സങ്കടമുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പങ്കെടുത്ത ആളുകളുടെ ഗനീമത്ത് സമ്പത്തിൽ നിന്നുള്ള വിഹിതവും അതിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള പ്രതിഫലവും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. അത് നൽകുകയും ചെയ്തിരുന്നു. ബഹുമാന ആദരവുള്ള ആളായത്. ബദർ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കളായ ആളുകളിൽ നിന്ന് അമ്പുകളും വെട്ടുകളും കണക്കിലധികം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ വെറും ഈ കൈ കൊണ്ടത് തടഞ്ഞതിന്റെ പേരിൽ വെട്ടും അതുപോലെ തന്നെ അമ്പ് കൊണ്ടുള്ള ഏറും കൊണ്ട് അവസാനം ആ കൈ അതിന്റെ ഞരമ്പുകൾ തകർന്ന് അത് കുഴഞ്ഞു പോയിരുന്നു അദ്ദേഹത്തിന്. തൽഹ റളിയല്ലാഹു അൻഹുവിന് റസൂലിന്റെ കൂടെ സഹായിയായി കൊണ്ട് പ്രത്യേകമായ ആ പ്രയാസകരമായ സമയത്ത് അദ്ദേഹവും അതുപോലെ 1-2 സഹാബികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൽഹ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസും. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ കുഴഞ്ഞു പോയിരുന്നു. തൽഹ റളിയല്ലാഹുവിന് ധാരാളം നല്ല മക്കളുണ്ടായിരുന്നു. അതിൽ മുഹമ്മദ് സജ്ജാദ് എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. കാന ഷാബൻ ഖയ്യിറൻ ആബിദൻ, വളരെ നല്ല യുവാവായിരുന്നു. ധാരാളം ഇബാദത്തുള്ള, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല യുവാവായിരുന്നു. ഉലിദ ഫി ഹയാത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ജീവിതകാലത്താണ് ആ കുട്ടി ജനിച്ചത്. അങ്ങനെ യൗമുൽ ജമൽ, സഹാബികൾ തമ്മിലുള്ള ആ സംഘടനകൾ നടന്ന യൗമുൽ ജമൽ എന്ന് പറഞ്ഞ ദിവസത്തിൽ പിതാവിന്റെ സഹായിയായിക്കൊണ്ട് അതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ശത്രുക്കളുടെ ആക്രമണം കാരണം കൊല്ലപ്പെടുകയാണ് ചെയ്തത് ആ പറയുന്ന സംഘടനത്തിൽ വെച്ച്. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന 6 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സുബൈർ ബിൻ അവ്വാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ റളിയല്ലാഹു അൻഹ അവരുടെ മകനായിരുന്നു. ആദ്യകാലം ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഇബ്നു ഖുവൈലിദ് ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ ബിൻ ഖുസൈ, ഹവാരി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്ഥാനക്കാരൻ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബികൾ ഹവാരിയൂൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകക്കാരായ ആളുകൾ എന്ന് പറയുന്ന ആ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്നറിയപ്പെട്ട ആളാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. വഅഹദുൽ അശറത്തിൽ മശ്ഹൂദി ലഹും ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. വഅഹദു സിത്തത്തി അഹ്ലി ഷൂറ, ഉമർ റളിയല്ലാഹു അൻഹു കൂടിയാലോചനാ സമിതിയിൽ ഉൾപ്പെടുത്തിയ 6 പേരിൽപ്പെട്ട ഒരാളാണ്. വഅവ്വലു മൻ സല്ല സൈഫഹു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും ആദ്യം വാൾ ഊരിയ ആളാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ആ സംഭവം അദ്ദേഹം മക്കയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 7 വയസ്സായിട്ടുള്ള സമയത്ത് പിശാചിൽ നിന്നുള്ള ഒരു വിളിയാളം അവിടെ പ്രത്യക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയുടെ മുകൾ പ്രദേശത്ത് വെച്ച് ശത്രുക്കളാരോ പിടികൂടിയിട്ടുണ്ട്, റസൂലിനെ ആരോ പിടികൂടിയിട്ടുണ്ട്. അപ്പോ ഈ 8 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വാളെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനും സഹായിക്കാനും വേണ്ടി പുറപ്പെട്ടു എന്നുള്ളത് കാണുന്ന ആളുകളൊക്കെ പറയുമായിരുന്നു, അൽ ഗുലാമു മാഹു സൈഫ്, ആ കുട്ടിയുടെ കയ്യിൽ വാളുണ്ട്, എന്തെങ്കിലും അപകടങ്ങൾ വരുത്തുമോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു, മാലക യാ സുബൈർ, എന്തിനു വന്നു, എന്താണ് ഈ അവസ്ഥ? അപ്പൊ പറഞ്ഞു, എനിക്കൊരു വിവരം കിട്ടി, അള്ളാഹുവിന്റെ റസൂലെ, ശത്രുക്കൾ നിങ്ങളെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദുആ ചെയ്തു കൊടുത്തു എന്ന്. സുബൈർ റളിയല്ലാഹു അൻഹു കാന റജുലൻ തവീലൻ, വളരെ നീളമുള്ള വ്യക്തിയായിരുന്നു. ഇദാ റകിബ ഖത്തത്ത് റിജ്ലാഹുൽ അർള്, അദ്ദേഹം കുതിരന്റെ പുറത്തൊക്കെ കയറി യാത്ര ചെയ്യുകയാണെങ്കിൽ 2 കാലും ഭൂമിയിൽ അത് 7ഉമായിരുന്നു. ആ നിരക്ക് നീളമുണ്ടായിരുന്നു. വകാന ഖഫീഫൽ ലിഹ്യത്തി വൽ ആർളൈൻ, താടി രോമവും ആ താടിയുടെ ഇടയിലുള്ള ആ മുടികളൊക്കെ വളരെ കുറഞ്ഞ തിങ്ങിയ താടിയുള്ള ആളായിരുന്നില്ല, അതിൽ വളരെ കുറഞ്ഞ മുടികളുള്ള ആളായിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പിതാവിനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് കാണുന്നില്ലല്ലോ, മറ്റുള്ള ആളുകളൊക്കെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, എന്താ കാരണം? നിങ്ങൾ അപൂർവമായിട്ടേ റസൂലിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കാണുന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ ധാരാളം ചെയ്ത്, എന്താ കാരണം? അപ്പൊ അദ്ദേഹം അതിന് കാരണം പറഞ്ഞതൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, ഒരാള് എന്റെ മേൽ മനഃപൂർവ്വം കളവ് എന്റെ മേൽ ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അവന്റെ ഇരിപ്പിടം അവൻ ഒരുക്കി തയ്യാറാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ടാണ്, എൻ്റെ അടുത്ത് എന്തെങ്കിലും കളവുകളോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബദർ യുദ്ധത്തിന്റെ ദിവസത്തിൽ ഈ പറയുന്ന സുബൈർ റളിയല്ലാഹു അൻഹുവിനും അതേപോലെ മിഖ്ദാദ് ബിൻ അസ്വദ് എന്ന് പറയുന്ന ആ സഹാബി, ഇവർ 2 ആൾക്ക് മാത്രമേ കുതിരകൾ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കുതിര പടയാളികൾ ഈ പറയുന്ന 2 പേരും മാത്രമായിരുന്നു. ഈ പറയുന്ന 2 പേർ. സുബൈർ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിന്റെ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ മഞ്ഞ കളറുള്ള ഒരു തലപ്പാവുണ്ടായിരുന്നു.
മഞ്ഞ കളറുള്ള ഒരു തലപ്പാവ് ധരിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത്. ഫനസല ജിബ്രീലു അലാ സീമാ ഇസ്സുബൈർ, അദ്ദേഹത്തിന്റെ ആ വേഷത്തിലാണ് അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കളർ അതായിരുന്നു. ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ, ധാരാളം ആദരവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് കാണുകയും അതിന്റെ പേരിൽ ബഹുമാന ആദരവുകൾ, പ്രശംസകൾ, ശ്രേഷ്ഠതകൾ വാരിക്കൂട്ടിയ ബഹുമാന ആദരണീയനായ ഒരു സഹാബിയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അതേപോലെ പ്രമുഖനായ, സമ്പന്നനായ, ആദരണീയനായ മറ്റൊരു സഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഈ പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 6 പേരിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേര് ഇസ്ലാമിൽ വരുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ പേര് അബ്ദു അംർ എന്നായിരുന്നു. അബ്ദു അംർ എന്നായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പിന്നീട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് മാറ്റിക്കൊടുത്തതാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, കാതബത്തു ഉമയ്യത്ത് ബിൻ ഖലഫിൻ കിതാബൻ. ഉമയ്യത്ത് ബിൻ ഖലഫി എന്ന് പറഞ്ഞ മുശ്രിക്കായ മനുഷ്യൻ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുമായിട്ട് ഞാനൊരു എഴുത്തുകുത്ത് നടത്തി. ആ എഴുത്തിലുള്ള കാര്യങ്ങൾ ബി അൻ യഹ്ഫളനി ഫി സാഗിയതി അഹ്ലി വമാലി ബി മക്ക. അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പൊ ഹിജ്റ പോയ സമയത്ത് മക്കയിൽ അദ്ദേഹത്തിന്റെ സമ്പത്തുണ്ട്, അതേപോലെ തന്നെ കുടുംബമുണ്ട്, അവരെ സംരക്ഷിക്കണം നിങ്ങൾ. അതിന് പകരമായി വഅഹ്ഫളുഹു ഫീ സാഗിയതിഹി ബിൽ മദീന, മദീനയിലുള്ള അദ്ദേഹത്തിന്റെ സമ്പത്തും കാര്യം വേറെയുള്ള കുടുംബങ്ങളൊക്കെ ഞാനും അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറ് തമ്മിലുണ്ടായി. അങ്ങനെ ആ കരാർ എഴുതുന്ന സമയത്ത്, പേര് പറഞ്ഞ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറഞ്ഞപ്പോ ഈ മുശ്രിക്കായ ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, അബ്ദുറഹ്മാൻ, റഹ്മാൻ എന്നുള്ള പേര് എനിക്കറിയൂല. ഇദാ ഖീല ലഹുമുർ റഹ്മാനു ഖാലു വമർ റഹ്മാൻ. മുശ്രിക്കീങ്ങൾ റഹ്മാൻ എന്ന് പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള റഹ്മാൻ പറഞ്ഞ അല്ലാഹു തആലക്ക് ഇങ്ങനെ പേര് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അല്ലാഹ് എന്നുള്ളതേ അറിയുള്ളൂ എന്ന് പറയുമായിരുന്നു. അവരത് അംഗീകരിക്കാൻ തയ്യാറാകുകയില്ലായിരുന്നു. ഇവിടെ തന്നെ അബ്ദുറഹ്മാൻ എന്നുള്ള റഹ്മാൻ ഞങ്ങൾക്ക് അറിയൂല, നിന്റെ യഥാർത്ഥ ഞങ്ങൾക്കറിയുന്ന ആ പേര് കൊണ്ട് എഴുതേ എന്ന് പറഞ്ഞപ്പോൾ ഫകാതബതുഹു അബ്ദു അംർ. ഇമാം ബുഖാരി റഹ്മഹുള്ളാഹി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അബ്ദു അംർ എന്നുള്ള ജാഹിലിയ കാലത്തുള്ള പേരിൽ ആ എഴുതി. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ പേര് അബ്ദു അംർ എന്നായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റി അബ്ദുറഹ്മാൻ എന്ന് ആക്കിക്കൊടുത്തതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് അഷ്ഷിഫ എന്നായിരുന്നു. അഷ്ഷിഫ ബിൻതു ഔഫ് ഇബ്നു അബ്ദുൽ ഹാരിത്ത് ഇബ്നു സുഹറ അസ്ലമത്തു ഹാജറത്ത് ഇൽ മദീന. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാതാവ് മുസ്ലിമത്തായി മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ജനിക്കുന്നത് എന്ന്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹത്തിന്റെ വേഷം കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശരീരരൂപങ്ങൾ കാന അബിയൽ, വെളുത്ത ശരീരക്കാരനായിരുന്നു. മുഷ്റബൻ ബി ഹുംറ, ചുവപ്പ് കലർന്ന നല്ല അഴകുള്ള ശരീര വർണ്ണങ്ങളായിരുന്നു. ഹസനുൽ വജ്ഹി, കാണാൻ അഴകുള്ള മുഖത്തിന്റെ ഉടമയായിരുന്നു. റഖീഖൽ ബശറത്തി, തൊലി കട്ടി കുറഞ്ഞ ആളായിരുന്നു. പരിപരുത്ത തൊലിയുടെ ഉടമയല്ലായിരുന്നു, മിനുമിനുത്ത ശരീരത്തിന്റെ ഉടമയായിരുന്നു. അതേപോലെ തന്നെ വാസിഅൽ ഐനി, 2 കണ്ണ് വിശാല ആളായിരുന്നു. അഹ്ദബുൽ അഷ്ഫാരി, അദ്ദേഹത്തിന്റെ കൺപോളകളിലുള്ള രോമങ്ങൾ വളരെ നീളമുള്ളതായിരുന്നു. അഖ്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂക്ക് അത്യാവശ്യം നീളമുള്ളതായിരുന്നു. അതിന്റെ തലഭാഗം കട്ടി കുറഞ്ഞതായിരുന്നു. അതിന്റെ നടുവിൽ ഒരു വളവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്കിന്റെ ഒക്കെ രൂപം ഏകദേശം ഈ രൂപത്തിലാണ്. അത്യാവശ്യം നീളമുള്ള, തലഭാഗം കട്ടി കുറഞ്ഞ, അതിന്റെ മുകൾ ഭാഗം മധ്യഭാഗത്ത് ഒരൽപ്പം വളവ് തോന്നിക്കുന്ന, കാണാൻ അഴകുള്ള ആ രൂപത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് എത്തുന്ന നിലക്കുള്ള മുടി തലയിലുണ്ടായിരുന്നു. ലഹിമൽ കഫൈൻ, 2 മുൻകൈയും നല്ല തടിച്ച് വലിപ്പമുള്ളതായിരുന്നു. വലിയൽ അസാബിഇ, വിരലുകൾ പരിപരുത്തതായിരുന്നു. ലാ യുഗയ്യിറു ലഹിയതഹു വലാ റഅസഹു, താടിയുടെയോ തലയുടെയോ മുടിന്റെ കളറിന് നിറത്തിന് നിരച്ചതിന്റെ ശേഷം മാറ്റലൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു ധാരാളം മക്കൾ നൽകിയിരുന്നു. 20 ആൺമക്കളും അതേപോലെ തന്നെ 8 പെൺമക്കളെയും അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അത്തബഖാത്തുൽ കുബ്ര എന്ന് പറയുന്ന ചരിത്ര സഹാബികളുടെ പേരുകൾ വിവരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്നത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേരണ, ദഅവത്ത് കാരണമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, 8ാമത്തെ ആളായിക്കൊണ്ട്. ദാറുൽ അർഖം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പ്രവേശിക്കുന്നതിന് ഏറ്റവും ആദ്യ സമയത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അദ്ദേഹം ഹബശയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. മക്കയിൽ പ്രമുഖനായിരുന്നു, പ്രശസ്തനായിരുന്നു, സമ്പന്നനായിരുന്നു, ആദരണീയനായിരുന്നു. പക്ഷേ
ആദർശത്തിന്റെ പേരിൽ ആ മുശ്രിക്കീങ്ങളുടെ ഇടയിൽ നിൽക്കാൻ കഴിയാതെ, സഹിക്കാൻ കഴിയാതെ ആഫ്രിക്കയിലുള്ള ഹബശയിലേക്ക് അദ്ദേഹത്തിന് ഹിജറ പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന് മദീനയിലേക്കും ഹിജറ പോയി. മദീനയിൽ ഹിജറ ചെന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യമാണ്, ഹിജറ പോയ മുഹാജിറുകൾ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടെ മദീനയിലെത്തിയവരാണ്. മദീനയിലുണ്ടായിരുന്ന അൻസാരികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ കയ്യിൽ വീടായിട്ടോ സമ്പത്തായിട്ടോ കൃഷിസ്ഥലങ്ങളായിട്ടോ അല്പസ്വല്പം ഉള്ളവരുമായിരുന്നു. അപ്പോ ഈ പറയുന്ന ഹിജറ ചെന്ന മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരാളെയും അൻസാരികൾപ്പെട്ട ഒരാളെയും തമ്മിൽ സാഹോദര്യ ബന്ധം നടത്തിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകളും പ്രത്യേകമായ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാൻ വേണ്ടി. മുഹാജിരീങ്ങൾക്കൊന്നുമില്ല, അൻസാരികളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകും. അപ്പൊ പ്രത്യേകമായൊരു സാഹോദര്യ ബന്ധം ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥാപിച്ചിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെയും സഅദ് ബിൻ റബീഉൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയുടെയും ഇടയിലാണ് ഈ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചത്. ഇവ രണ്ടുപേരും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, ലമ്മ ഖദിംനൽ മദീന, ഞങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ആഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനി വബൈന സഅദ് ബിൻ റബീ, എന്റെയും സഅദ് ബിൻ റബീ എന്ന് പറഞ്ഞ അൻസാരിയുടെയും സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. അപ്പോ സഅദ് ബിൻ റബീ എന്നോട് പറഞ്ഞു, അൻസാരി പറഞ്ഞു, ഇന്നി അക്തറുൽ അൻസാരി മാല, അൻസാരികളുടെ കൂട്ടത്തിൽ അല്പം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ സമ്പത്തുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഫഉഖ്സിമു ലക നിസ്ഫ മാലി, എന്റെ സമ്പത്തിൽ നിന്ന് പകുതി ഞാൻ നിങ്ങൾക്ക് വിഹിതം വെച്ച് തരാം. ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമികമായ ആ സാഹോദര്യത്തിന്റെ പേരിൽ. അതേപോലെ വൻദുർ അയ്യ സൗജതയ്യ ഹവൈത നസൽതു ലക അൻഹ, എനിക്ക് 2 ഭാര്യമാരുണ്ട്, അതിൽപ്പെട്ട ആരെയാണ് നിങ്ങൾക്കിഷ്ടം അവളെ ഞാൻ തൊലാഖ് ചൊല്ലി മൊഴി ചൊല്ലിയിട്ട് ഒഴിവാക്കി തരാം, അവളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുകയും ചെയ്യാം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ദീനിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോ ഫൈദാ ഹല്ലത്ത് തസവ്വജ്തഹ, അവൾ ഇദ്ദക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കുകയും ചെയ്യാം, ഞാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ലാ ഹാജത ലി ഫീ ദാലിക്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ഭാര്യയെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഹൽ മിൻ സൂഖിൻ ഫീഹി തിജാറ, ഇവിടെ കച്ചവടം നടക്കുന്ന മാർക്കറ്റ് ഏതെങ്കിലും ഉണ്ടോ, അങ്ങാടി ഉണ്ടോ ഇവിടെ മദീനത്ത്? അപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂഖു ഖൈനുക, ഖൈനുക എന്ന് പറയുന്ന മദീനയിലെ പ്രശസ്തമായ ആ അങ്ങാടിയുണ്ട്, അവിടെ മാർക്കറ്റുണ്ട്, ചന്തയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പോയി, മാർക്കറ്റിലേക്ക്. ഫഅതാ ബിഅഖിത്തിൻ വസമനിൻ, കച്ചവടം ചെയ്തു, ലാഭം കിട്ടി. വൈകുന്നേരം വരുന്ന സമയത്ത് അല്പം ധാന്യത്തിന്റെ പൊടികളും നെയ്യുമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ സുമ്മ താബ അൽ ഗദുവ, വീണ്ടും പിറ്റേ ദിവസം പോയി. അങ്ങനെ അദ്ദേഹം കച്ചവടത്തിന് പോയി. അദ്ദേഹത്തിന് അതിൽ സമ്പത്ത് നൽകി, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകി. ഫമാ ലബിസ അൻ ജാഅ അബ്ദുറഹ്മാൻ അലൈഹി അഥറു സുഫ്ര, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് അബ്ദുറഹ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നു. അപ്പൊ ശരീരത്തിന്റെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്ക് ഒരു മഞ്ഞ കളർ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തസവ്വജ്ത, കല്യാണം കഴിച്ചോ? സ്ത്രീകൾ അന്നത്തെ കാലത്ത് അവരുടെ സുഗന്ധത്തിന് കളറാണ് ഉണ്ടായിരുന്നത്, വാസനയില്ലായിരുന്നു. പുരുഷന്മാരുപയോഗിക്കുന്ന സുഗന്ധത്തിന് അതിന് വാസനയുണ്ടായിരുന്നു, അതിന് നിറമില്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആ സുഗന്ധത്തിന്റെ കളറും നിറങ്ങളും കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തസവ്വജ്ത, നിങ്ങൾ വിവാഹം കഴിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്, മദീനയിലേക്ക് ഹിജ്റ ചെന്ന ആളാണ്, സദാസമയത്ത് റസൂലുമായി ബന്ധമുള്ള ആളാണ്. കല്യാണം നിക്കാഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആർഭാടപൂർണമാക്കിയിട്ട് ചെയ്തിട്ടൊന്നുമില്ല, റസൂലിനോട് അവൻ കൂട്ടിയിട്ട് പറഞ്ഞിട്ട് പോലും. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആർഭാടപൂർണമായ ദിവസങ്ങള് സമയങ്ങള് ഒക്കെ വെച്ച് കല്യാണം ആഘോഷിക്കുന്നു. സലഫി മൻഹജ് മനസ്സിലാക്കിയ ആളുകൾ ഇതിൽ അല്പം ലാളിത്യം കാണിക്കണോ കാണിക്കേണ്ടതല്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. റസൂലിനോട് മുൻകൂട്ടി ഞാനിങ്ങനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, നിക്കാഹിന്റെ ദിവസമാണ്, അതിൽ പങ്കെടുക്കേണ്ടതൊന്നുമില്ല. അദ്ദേഹം വിവാഹം കഴിച്ചു വളരെ ലളിതമായി. ആ പറയുന്ന സുഗന്ധത്തിന്റെ നിറങ്ങൾ കണ്ട സമയത്ത് ചോദിച്ചു, വിവാഹം കഴിച്ചു? അദ്ദേഹം അതെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ, ആരാണ്, ഏതാ പെണ്ണ്? ഇംറഅത്തുൻ മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അപ്പോ കം സുഖ്ത, മഹറത്തിലെ കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, സീനത്ത നവാത്തിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു ഈത്തപ്പഴ കുരുവിന്റെ അത്ര സ്വർണമാണ് മഹർ കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഔലിം വലൗ ബിശാ, വലീമത്ത് നടത്തിക്കൊണ്ടി, ഒരാടറുത്തിട്ടാണെങ്കിലും ചെറിയൊരു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ശരീഅത്തുകളിൽ, ചില യുദ്ധങ്ങളിൽ അതിന്റെ അമീറായി നേതൃത്വത്തിൽ പറഞ്ഞയച്ച സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിന്നിൽ മൗമമായി നിസ്കരിച്ച സംഭവങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി
കൂടിയാലോചനാ സമിതി രൂപീകരിച്ച സമയത്ത് അതിൽ പ്രമുഖനായ ആളായി തെരഞ്ഞെടുത്ത സംഭവമുണ്ട്. അങ്ങനെ പിന്നീട് ആ കൂടിയാലോചനാ സമിതി അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി മഹാനായ ഈ സ്വഹാബിയെ ഏൽപ്പിച്ച് അദ്ദേഹമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കാൻ നേതൃത്വം കൊടുത്തത്. ആ സമയത്ത് ഇങ്ങനത്തെ ബഹുമാന ആദരവുകൾ ധാരാളമുള്ള സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ 10 ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയും പരാമർശിക്കുകയും ചെയ്തു. നന്മ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം അതിയായ അത്യാർത്തിയുള്ള ആളായിരുന്നു. അതിസമ്പത്തിന്റെ ഉടമയുമായിരുന്നു അദ്ദേഹം. കച്ചവടങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ബറക്കത്തുകൾ അല്ലാഹു നൽകി അതിസമ്പത്തിന്റെ ഉടമയായിരുന്നു. ജീവിതകാലത്തും അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷവും അദ്ദേഹത്തിന്റെ സമ്പത്ത് നിലനിൽക്കുകയും ചെയ്തിരുന്നു. ആ പറയുന്ന സമ്പത്ത് കൊണ്ട് ദീനുൽ ഇസ്ലാമിന് സഹായമായി അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായി നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉതിയ ബിതുആമിൻ വകാന സായിമൻ. അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെക്കപ്പെട്ടു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം കഴിഞ്ഞു പോയ അവരുടെ ജീവിതങ്ങൾ ഓർമ്മിച്ചു. അങ്ങനെ ഓർമ്മിച്ചിട്ട് അദ്ദേഹം ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നി. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു ഉഹദ് യുദ്ധത്തിൽ വെച്ച്. മുസ്ലിമീങ്ങളുടെ കൊടിവാഹകനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. ഹിജ്റ പോകുന്നതിന്റെ മുമ്പ്, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് മക്കയിലുള്ള ഏറ്റവും സുഖിച്ചു ജീവിക്കുന്ന യുവാവായിരുന്നു. സൗന്ദര്യമുള്ള, സമ്പത്തുള്ള, ആർഭാടത്തോടെ ജീവിക്കുന്ന ആളായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മാതാവ്, സമ്പന്നയായ മാതാവ്, പിന്നീട് ഈ മകനൊന്നും കൊടുക്കാതെ, സമ്പത്തിൽ നിന്നൊന്നും ചെലവാക്കാതെ കഷ്ടപ്പെടാൻ തുടങ്ങി. മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരൽപ്പം എണ്ണ പൂശാൻ പോലും ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊലികൾ, ചില വൃക്ഷങ്ങളുടെ തൊലികൾ അടർന്നു വീഴുന്നത് പോലെ കയ്യിന്റെയും കാലിൽ നിന്നിട്ടും തൊലികൾ അടർന്നു വീഴുമായിരുന്നു. അതികഠിനമായ ചൂടുകാലത്തും തണുപ്പ് കാലത്തും അങ്ങനെ പ്രയാസപ്പെട്ടു. ഏതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് മദീനയിലേക്ക് പറഞ്ഞയച്ചു അദ്ദേഹത്തിനെ. ഈ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യം വന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു എന്ന യുവാവിനെ മദീനയിൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി. അങ്ങനെ ഉഹദ് യുദ്ധത്തിന്റെ അന്ന് മുസ്ലിമീങ്ങളുടെ കൊടിവാഹകനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലാണ് കൊടിയേൽപ്പിച്ചത്. ശത്രുക്കൾ അദ്ദേഹത്തിനെ മാരകമായി വെട്ടും കുത്തും ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകാലുകൾ മുറിക്കപ്പെട്ട് വളരെ മൃഗീയമായി, പ്രയാസകരമായി കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ വെച്ച്. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആകെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ആ ഒരു പുതപ്പ് മാത്രമാണ്. ആ രംഗം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഈ സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അദ്ദേഹം പറയാണ്, മുസ്അബ് എന്നിലേറെ ഉത്തമനായ ആളായിരുന്നു. അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. കുഫിന ഫീ ബുർദത്തിൻ, ഒരു പുതപ്പിലാണ് അദ്ദേഹത്തിന് കഫൻ ചെയ്യപ്പെട്ടത്, മൂടപ്പെട്ടത്. ഇൻ ഖുത്തിയ റഅ്സുഹു ബദത്ത് റിജ്ല, അതുകൊണ്ട് ആ പുതപ്പ് കൊണ്ട് ശരീരം പൂർണ്ണമായി മറക്കാൻ ഇല്ലാത്ത ഒരു പുതപ്പ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തല മൂടപ്പെട്ടാൽ കാല് വെളിവാകും, കാല് മൂടപ്പെട്ടാൽ തല വെളിവാകും. അങ്ങനെ പിന്നെ തലയും ശരീരഭാഗങ്ങളും അതുകൊണ്ട് മൂടപ്പെടുകയും കാലിന്റെ ഭാഗത്ത് അവിടെ മക്കയിലും മദീനയിലുമുള്ള ചങ്ങണപ്പുല്ല് പറിച്ചുകൊണ്ട് അത് പൊത്തി അതുകൊണ്ട് കെട്ടിവരിഞ്ഞാണ് അദ്ദേഹത്തിനെ കഫൻ ചെയ്തത്. ഇത്തരത്തെ പരിതാപകരമായ നിലക്കാണ് ഈ ലോകത്തിൽ നിന്ന് പോയത്. അദ്ദേഹം എന്നിലേറെ ഉത്തമനായ ആളായിരുന്നു. അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹം തന്നെ എന്നിലേറെ എത്രയോ ഉത്തമനായിരുന്നു. പക്ഷെ അവരൊക്കെ ദുന്യാവിൽ നിന്നുള്ള നിഅമത്തുകളും വിശാലതകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാതെ അവരുടെ പ്രതിഫലങ്ങൾ മുഴുവനും പരലോകത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് പോയത്. നമ്മളാണെങ്കിൽ ഉഅ്തീന മിന ദുനിയാ മാ ഉഅ്തീന, ദുന്യാവിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളും സമ്പത്തുകളും വിശാലതകളും അത് നൽകി നമുക്ക്. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണോ എന്നറിയുകയില്ല. നമുക്ക് ലഭിക്കാനുള്ളതൊക്കെ ഈ ലോകത്ത് തന്നെ തീരുമോ എന്നറിയുകയില്ല എന്ന് പറഞ്ഞ് വഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ജിലത് ലന, നമ്മുടെ സൽക്കർമ്മങ്ങൾ അതിന്റെ പ്രതിഫലം ഈ ലോകത്തുനിന്ന് ലഭിച്ച് പരലോകത്തൊന്നും നമുക്ക് ലഭിക്കൂലേ എന്നുള്ള പേടിയാകുന്നു എന്ന് പറഞ്ഞു. സുമ്മ ജഅല യബ്കീ ഹത്താ തറക ത്വആം, ആ കൊണ്ടുവന്ന രുചികരമായ ആ ഭക്ഷണങ്ങൾ, വിഭവസമൃദ്ധമായ ആ വിഭവങ്ങൾ അദ്ദേഹം ഒഴിവാക്കി കരഞ്ഞുകൊണ്ട്, ഈ പറയുന്ന മുൻഗാമികളായ ആളുകളെ ഓർമ്മിച്ചുകൊണ്ട്. ബഹുമാന ആദരണീയനായ സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, വളരെയധികം സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്. ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൈയയച്ച് ചെലവാക്കുന്ന ആളുമായിരുന്നു. അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് 4000 ദിർഹം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സംഭാവനയായി കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ ഒരു 40,000, പിന്നെ 40,000 വെള്ളി ദീനാറുകൾ,
വെള്ളി ദീനാറുകൾ. അന്നത്തെ സമയത്തുണ്ടായിരുന്ന ഒരു വെള്ളി ദീനാറി സ്വർണത്തിന്റെ ദീനാറ് എന്ന് പറയുന്നത് 4 ഗ്രാം തങ്കത്തിനോട് കടപിടിക്കുന്നതായിരുന്നു. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഉള്ള 4 ഗ്രാം തങ്കത്തിനോട് കടപിടിക്കുന്നതായിരുന്നു അന്നത്തെ ഒരു സ്വർണത്തിന്റെ ദീനാറി എന്ന് പറയുന്നത്. അങ്ങനത്തെ 40,000 കൂട്ടി നോക്കിയാൽ ഏകദേശം ഒരു 2000 പവനോളം വരുന്ന സമ്പത്ത് ഒരേ സമയത്ത് ഒരേ സദസ്സിൽ ദീനിലേക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തു. പിന്നീട് അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി 500 കുതിരകളെ നൽകി. പിന്നെ 1500 ഒട്ടകങ്ങള് മറ്റുള്ള വാഹനങ്ങളായിട്ട് നൽകി. ഇതൊക്കെ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ സമ്പത്ത് ചെയ്ത്. ഹില്യത്തുൽ ഔലിയ എന്ന് പറയുന്ന അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയ എന്ന് പറയുന്ന സംഭവങ്ങളാണിത്. ഇത്ര വലിയ സമ്പത്തുകൾ അദ്ദേഹം നൽകുമായിരുന്നു. ഉസ്മാൻ ഇബ്നു ശരീദ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, തറക്ക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ, അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് 1000 ബഈരിൻ 1000 ഒട്ടകം, വ3,000 ഷാത്തിൻ 3000 ആടുകൾ, ബഖീ എന്ന് പറയുന്ന മദീനത്ത് ആ ബഖീഇന്റെ പ്രദേശത്ത്, വ100 ഫറസിൻ തർഅഫ് ബിൽ ബഖീ 100 കുതിരകൾ ബഖീഇൽ അത് മേഞ്ഞു തിന്നുകൊണ്ട്, വകാന യസ്റഉ ബിൽ ജറഫി അല 20 നാദിഹൻ, ധാരാളം കൃഷിസ്ഥലങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൂഫിയ സഹാബി, ബഹുമാന ആദരണീയ സഹാബി വഫാത്താകുന്നത് ഹിജ്റ 32-ാമത്തെ വർഷത്തിലാണ്. ബഖീഇൽ അദ്ദേഹത്തിന് മറമാടപ്പെട്ടു. വആശ 75 സന, 75 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു എന്നുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ഏകദേശം അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ കണക്ക് കൂട്ടിയിട്ട് ചരിത്രകാരന്മാരായ ആളുകൾ പറയുന്നത് 850 മില്യൺ അമേരിക്കൻ ഡോളറിനോട് കടപിടിക്കുന്ന സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് വഫാത്താകുന്ന സമയത്ത്. 850 മില്യൺ അമേരിക്കൻ ഡോളറിനോട് കടപിടിക്കുന്ന സമ്പത്തിന്റെ ഉടമയായിരുന്നു വഫാത്താകുന്ന സമയത്ത്. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ബഹുമാന ആദരണീയനായ സഹാബിയായിരുന്നു. പ്രമുഖമായ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്ത സഹാബിയാണ് അദ്ദേഹം റളിയല്ലാഹു അൻഹു. പിന്നെ അതേപോലെ തന്നെ ഈ 6 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു സഹാബിയായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന പ്രമുഖരായ 6 ആളുകളുടെ കൂട്ടത്തിൽ പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ജറാഹ് അൽ ഫിഹരി അൽ ഖുറശി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബഹുമാന ആദരണീയനാണ്. ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, പ്രത്യേകിച്ച് ഷാമിന്റെ ഭാഗത്തൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെ ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് വന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പേര് വിളിക്കൽ അമീനുൽ ഉമ്മ എന്നായിരുന്നു. ഈ സമുദായത്തിലുള്ള ഏറ്റവും വലിയ വിശ്വസ്തൻ. എല്ലാവരും വിശ്വസ്തരാണ്. പക്ഷേ അവിടുത്തെ സഹാബത്തിൽപ്പെട്ട ഓരോ ആളുകൾക്കും ബഹുമാന ആദരവുകളും പേരുകളും നൽകി അള്ളാഹുവിന്റെ റസൂൽ ആദരിച്ചിരുന്നു. ഈ സഹാബിയെ കുറിച്ച് പറഞ്ഞു, ഇന്നലി കുല്ലി ഉമ്മത്തിൻ അമീനൻ, എല്ലാ സമുദായങ്ങൾക്കും ഒരു വിശ്വസ്തൻ, ഏറ്റവും വലിയൊരു വിശ്വസ്തനായ ഒരാളുണ്ടാകും. വ ഇന്ന അമീനുന അയ്യത്തുഹൽ ഉമ്മ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. മുസ്ലിം സമൂഹമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, ഈ ഉമ്മത്തിന്റെ അമീൻ എന്ന് പറയുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആകുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഖീഫ് ബനി സായിദ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് പിന്നെ അവർ കൂടിയാലോചിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഖദ് റളീതു ലക്കും അഹദ ഹാദൈനി റജുലൈൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം നിങ്ങൾക്ക് ഖലീഫയായ നേതൃത്വത്തിന് ഈ 2 മനുഷ്യരിൽപ്പെട്ട ഒരാളെ എനിക്ക് തൃപ്തിപ്പെട്ടു, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. അദ്ദേഹം ഹിജ്റ 18 എന്നാണ് വഫാത്താകുന്നത്. ഹിജ്റ 18 58ഓളം വയസ്സുകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ധാരാളം ബഹുമാനങ്ങളും ആദരവുകളും. ആ ആദരവുകളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ വ ഇന്ന അമീനുന അയ്യത്തുഹൽ ഉമ്മത്തു അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. ഇമാം ബുഖാരിക്ക് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണത്. അതേപോലെ തന്നെ യമനിൽ നിന്നൊരിക്കലും സംഘം ആളുകൾ, നജ്റാനിൽ നിന്നൊരു വിഭാഗം ആളുകൾ വന്ന സമയത്ത് അവർ അള്ളാഹുവിന്റെ റസൂലിനോട്, നിങ്ങൾ ഞങ്ങളെ കൂടെ വിശ്വസ്തനായ ഒരാളെ ദീന് പഠിപ്പിക്കാനും ഞങ്ങളുടെ സമ്പത്തിനും സക്കാത്തും കാര്യങ്ങളൊക്കെ പിരിക്ക പോലത്തിന് വിശ്വസ്തനായ ഒരാളെ നിങ്ങളൊന്ന് പറഞ്ഞയക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത് പറഞ്ഞപ്പോ മറ്റുള്ള സഹാബികളൊക്കെ എന്നെ അയച്ചെങ്കിൽ എന്നെ സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, വിശ്വസ്തനായി അള്ളാഹുവിന്റെ റസൂല് തെരഞ്ഞെടുക്കുക എന്നുള്ള ആ ആദരവ് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്അസന്ന അലൈക്കും യഅനി അമീനൻ ഹഖ അമീൻ, അർഹതപ്പെട്ട യോഗ്യതയുള്ള വിശ്വസ്തനായ ഒരാളെ ഞാനിതാ നിങ്ങളെ കൂടെ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അവരെ കൂടെ പറഞ്ഞയച്ചു. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ബഹുമാന ആദരവുള്ള ഈ സഹാബിയെക്കുറിച്ച് വന്നത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഈ 10 പേര് അള്ളാഹുവിന്റെ റസൂൽ അവർ സ്വർഗത്തിന്റെ ആളുകളാണ്, അവകാശികളാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് അംഗീകരിക്കുന്നു, അത് വിശ്വസിക്കുന്നു. അവർ സ്വർഗത്തിന്റെ ആളുകളാണ് എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലും മൻഹജിലും പെട്ടതാകുന്നു എന്നുള്ളത്. വഹുവ അമീനു ഹാദിഹിൽ ഉമ്മത്തി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ പറയുന്ന സഹാബികൾ. അതിന്റെ ശേഷം അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ പറയുന്നത്, വമൻ അഹ്സനൽ ഖൗല ഫീ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് നല്ല വാക്ക് ആര് പറഞ്ഞോ, അവരെ വിമർശിക്കാതെ, അവരെ കുറ്റപ്പെടുത്താതെ, വില കുറച്ച് കാണാതെ, അവരിൽ നിന്ന് മനുഷ്യ സഹജമായി വന്ന എന്തെങ്കിലും തെറ്റുകുറ്റുകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അതിൽ വിമർശിക്കാനോ നിരൂപണം നടത്താനോ പോകാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് ആര് നല്ല വാക്കുകൾ പറഞ്ഞാലും, അതേപോലെ അസ്വാജിഹി അത്വാഹിറാത്തി, പരിശുദ്ധരായ ചാരിത്രശുദ്ധിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച് ആരൊക്കെ നല്ലത് പറഞ്ഞു, ഏത് ആളുകൾ നല്ലത് പറഞ്ഞാലും, റാഫിദികൾ ഷിയാക്കൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ സഹാബത്തിനെ വിമർശിക്കുന്നവരാണ്, കുറ്റപ്പെടുത്തുന്നവരാണ്, മോശമായി ചിത്രീകരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യന്മാരിൽപ്പെട്ട പലരെയും വിമർശിക്കുന്ന ആളുകളാണ് ആ ദലാലത്തിന്റെ വഴിപഴിച്ച ആളുകൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ്, അവരുടെ അഖീദ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ചും അവിടുത്തെ ഭാര്യമാരെ കുറിച്ചും നല്ലത് മാത്രം പറയുന്നവരാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും റഹിമഹുമുല്ലാ എന്ന് ആദരവോടുകൂടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. അതേപോലെ വദുരിയാതിഹി അൽ മുഖദ്ദസീൻ മിൻ കുല്ലി റിജ്സിൻ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും പരിശുദ്ധരായ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്താനങ്ങൾ, പ്രത്യേകിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ സന്താനങ്ങൾ ഹസൻ ഹുസൈൻ, അവരുടെ സന്താന പരമ്പരപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾ, അവരെ കുറിച്ചൊക്കെ ആര് നല്ലത് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഫഖദ് ബരിഅ മിനൻ നിഫാഖ്, ആ മനുഷ്യൻ കാപട്യത്തിൽ നിന്ന് ഒഴിവായി. ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ സന്താനങ്ങള്, അവരെ കുറിച്ച് നല്ലത് മാത്രം ആര് പറഞ്ഞോ ആ വ്യക്തി അവൻ കാപട്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന് സുരക്ഷിതനാണ്. അവന്റെ അഖീദ ശരിയായതാണ്, അവന്റെ മൻഹജ് കുറ്റമറ്റതാണ് എന്ന് അതാണ് മഹാനായ ഈ ഇമാമ് ഈ കാര്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളും ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാര്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ സന്താനങ്ങള്, അവരെക്കുറിച്ച് മോശമായൊരു വാക്കോ നിലപാടുകളോ വിമർശനങ്ങളോ നിരൂപണങ്ങളോ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാവരുത്. മുമ്പ് നമ്മൾ കേട്ടതുപോലെ റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം കഴിഞ്ഞു പോയ മുൻഗാമികളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക്. അതിൽ ഏറ്റവും ആദ്യത്തെ മുൻഗാമികൾ, ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്തുള്ളവർ ഈ പറയുന്നവർ സ്വഹാബത്തു റസൂലുള്ളാഹ് വ അസ്വാജുഹു താഹിറാത്ത് വ ദുർരിയത്തുഹു അഹ്ലു ബൈത്ത്. ഈ പറയുന്ന ആളുകളാണ്. അവർക്കു നീ അല്ലാഹുവേ പുറത്തു തരണം. മുഅ്മിനീങ്ങളായ ആരെക്കുറിച്ചും ഞങ്ങളുടെ മനസ്സിൽ പകയോ വിദ്വേഷമോ വെറുപ്പുകളോ അനിഷ്ടമോ ഒന്നും തന്നെ നീ ഉണ്ടാക്കരുതേ. ഞങ്ങൾക്ക് അതിൽ നിന്ന് നീ രക്ഷയും സുരക്ഷയും നൽകണം എന്നുള്ള ദുആ നിരന്തരം നമ്മൾ പറയുക. ഇവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും റഹിമഹുമുല്ലാ പോലത്തെ ദുആകൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഏതൊരു വഴിയിൽ സഞ്ചരിച്ചോ ആ വഴിയിൽ സഞ്ചരിക്കാനും അവരെ മാതൃകയാക്കാനും അവരെ പിന്തുടരാനും നമുക്ക് തൗഫീഖ് നൽകാൻ വേണ്ടി അവനോട് ദുആ ചെയ്യുക. അതിനുള്ള ശ്രമങ്ങൾ നാം നടത്തുകയും ചെയ്യുക. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി.